ഇന്ന് മെയ് 13 ഫാത്തിമ മാതാവിന്റെ തിരുനാൾ തിരുസഭ ആചരിക്കുകയാണ്. പോർച്ചുഗലിലെ ഒരു നഗരമാണ് ഫാത്തിമ. ഫാത്തിമയിൽ നിന്നും 1 കിലോമീറ്റർ അകലെ ഒരു ചെറിയ ഗ്രാമത്തിലുള്ള 3 കുട്ടികൾക്കാണ് പരിശുദ്ധ ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ടത്. ലൂസിയ, ഫ്രാൻസിസ്കോ, ജസീന്ത എന്നിവരാണ് ആ 3 ഇടിയ കുട്ടികൾ. മാതാവ് പ്രത്യക്ഷപ്പെടുന്നതിനു മുമ്പ് പോർച്ചുഗലിലെ കാവൽ മാലാഖ കുട്ടികൾക്ക് 3 തവണ പ്രത്യക്ഷപ്പെട്ടു. പരിശുദ്ധ കന്യകാ മറിയത്തിന്റെ പ്രത്യക്ഷീകരണത്തിനായി കുട്ടികളെ ഒരുക്കി. അതിനാൽ മാലാഖമാർ എന്ന യാഥാർത്ഥ്യം ഫാത്തിമ സന്ദേശങ്ങളിൽ ഒരു മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. ആദ്യമായി മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ എല്ലാ ദിവസവും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്നും അടുത്ത ഒക്ടോബർ മാസം വരെ ഓരോ മാസത്തിലും 13-ാം തീയതി തുടർച്ചയായി ഈ സ്ഥലത്ത് ഈ സമയത്ത് പ്രത്യക്ഷപ്പെടുമെന്നും കുട്ടികളോട് പറഞ്ഞു. പരിശുദ്ധ അമ്മയോട് നമുക്കും പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ഫാത്തിമനാഥേ, വിശ്വാസത്തോടും ഉറച്ച ശരണത്തോടും കൂടി അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ അണയുന്നു. പാപത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുവാൻ അങ്ങേ തിരുക്കുമാരനോടൊപ്പം സഹിച്ച മാതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. തിന്മയ്ക്കടിപ്പെട്ട് ദൈവിക ശിക്ഷയിൽ ഉൾപ്പെട്ടിരിക്കുന്നവരെയും ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെയും അങ്ങേ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന, പ്രായശ്ചിത്തം, പരിഹാരം വഴിയായി പാപികളെ മാനസാന്തരത്തിലേക്ക് നയിക്കാനുള്ള കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. യേശുവിനോടും പരിശുദ്ധ അമ്മയോടും ചേർന്ന് പാപികളുടെ രക്ഷയ്ക്കായി അധ്വാനിക്കുവാൻ ദൈവവിളികൾ നൽകി തിരുസഭയെ അനുഗ്രഹിക്കണമേ. അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന തിരുസഭയെ വിശുദ്ധിയാലും പരിശുദ്ധാത്മാ ശക്തിയാലും നിറയ്ക്കണമേ. ആമേൻ. സുകൃത ജപം. ഫാത്തിമ മാതേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഫാത്തിമ മാതേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഫാത്തിമ മാതേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.